ഓക്കെ. അപ്പോൾ നമ്മൾ ഒളിഗോപ്പൊളി മോഡലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റീക്യാപ്പ് അടിക്കുകയാണേ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ കത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ കത്താത്തവരും ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് അടിക്കുകയാണ്. ഒളിഗോപ്പൊളി മോഡലിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒളിഗോപ്പൊളി മോഡലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ്, അഡ്വർടൈസ്മെന്റ് സ്ലാഷ് സെല്ലിംഗ് കോസ്റ്റ് ഹ്യൂജ് ആയിരിക്കും, ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ടാവും, ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇത് ഒളിഗോപ്പൊളി മോഡലിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എല്ലാ മോഡൽസിനും ഇതേ അസംഷൻ തന്നെ വന്നെന്നില്ല. ഓക്കെ, ഞാൻ പ്രത്യേകം പറയുന്നത് ശ്രദ്ധിച്ചോളാം നിങ്ങളടുത്ത്. ഒളിഗോപ്പൊളി മോഡലിന് ഒളിഗോപ്പൊളി മോഡലിന്റെ അകത്ത് പല മോഡൽസ് ഉണ്ട്. അപ്പൊ ഇൻ ജനറൽ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഇൻ ഒളിഗോപ്പൊളി മോഡൽ എന്ന് പറയാം. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു മോഡൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ ഫീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഏതൊക്കെ മോഡലിന് ഇല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞേ, ഓർമ്മയുണ്ടോ? ഏതൊക്കെ മോഡലിന് ഇന്റർ ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞേ? ആരെങ്കിലും? ഏതൊക്കെ മോഡലിനാണ് ഇന്റർ ഡിപ്പെൻഡൻസ് ഇല്ലാത്തത്? ഡിമാൻഡ് കർവ് മോഡലിലാണോ ഇന്നലെ ഞാൻ പറഞ്ഞ? ഇന്നലെ നമ്മൾ പഠിപ്പിച്ചത് ഏത് മോഡലാണ്? കുർനോട്ട് കുർനോട്ട്. കുർനോട്ട് ചാമ്പർലി കുർനോട്ട്, ചേംബർലിൻ ഇല്ല, ബർട്രാൻഡ്. ഞാനിത് പറഞ്ഞില്ലായിരുന്നോ? സീറോ കൺജക്ചറൽ വേരിയേഷൻ ഉള്ള മോഡലുകൾ. കുർനോട്ട് പറഞ്ഞില്ലേ ഞാൻ? അത് ഓർമ്മയില്ലേ? ഹെഡ്ജ്വർത്ത് ആൻഡ് ബർട്രാൻഡ്. കുർനോട്ട്, ബർട്രാൻഡ്, ഹെഡ്ജ്വർത്ത്. ഇതിനാണ് ഇന്റർ ഡിപ്പെൻഡൻസ് ഇല്ലാത്തത്. പക്ഷെ ഒളിഗോപ്പൊളി മോഡൽ പറയാൻ നേരത്തെ ഞാൻ എന്തെന്നാ പറയുന്നത്, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ചോദ്യം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അതായത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒളിഗോപ്പൊളി മോഡലിന്റെ ഫീച്ചർ ആണോ, അതോ ഈ പറയുന്ന കുർനോട്ട് മോഡലിന്റെ ഫീച്ചർ ആണോ, ബർട്രാൻഡ് മോഡലിന്റെ ഫീച്ചർ ആണോ, എഡ്ജ്വർത്ത് മോഡലിന്റെ ഫീച്ചർ ആണോ എന്ന് ശ്രദ്ധിച്ചോളണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അസംഷൻസ് ആയിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനൊരു കമ്പാരിസൺ, ചില ചോദ്യങ്ങൾ വരുന്നത് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും ഇതിന്റെ പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ ഇൻ കമ്പാരിസൺ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഇൻ കമ്പാരിസൺ ടു മൊണോപ്പൊളി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. മിക്കവാറും അസംഷൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അസംഷൻസ് തന്നെ നല്ല രീതിക്ക് ഉണ്ട്. ഓക്കെ, അപ്പം മൊണോപ്പൊളിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചേംബർലിന്റെ മോഡലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കുർനോട്ടിന്റെ മോഡല്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്റ്റാക്കിൾബർഗിന്റെ മോഡൽ. അത് കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പോലെ വരുന്നതാണ് ബർട്രാൻഡിന്റെ മോഡല്. ഇനി മൊണോപ്പൊളി തൊട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലാണ് ഏത് മോഡൽ എന്ന് പറയുന്നത്? എഡ്ജ്വർത്ത് മോഡല്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മൾ ചേംബർലിൻ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് എന്ത് വേരിയബിൾ വെച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട്. കുർനോട്ട് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് എന്ത് വേരിയബിൾ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്? ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാക്കിൾബർഗ് മോഡലും ക്വാണ്ടിറ്റി തന്നെ. എഡ്ജ്വർത്ത് മോഡലിൽ എന്താ ഡിഫറൻസ് വരുന്നത്? പ്രൈസ് ആണ് മാറുന്നത്. ബർട്രാൻഡ് മോഡലിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. ഓക്കെ, ഇന്നലെ നമ്മൾ കുർനോട്ട് മോഡൽ പഠിച്ചപ്പോൾ നമ്മൾ എന്തെന്നാ പറഞ്ഞേ? ദ ഫേം അസ്യൂംസ് ദ റൈവൽ വിൽ കീപ് ഇറ്റ്സ് ഡാഷ് കോൺസ്റ്റന്റ്. എന്ത് കോൺസ്റ്റന്റ്? പ്രൈസ് ആണോ കോൺസ്റ്റന്റ്? ഔട്ട്പുട്ട് കോൺസ്റ്റന്റ്. ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ഫേം കൺജക്ചേഴ്സ് ദാറ്റ് ദർ വിൽ ബി സീറോ വേരിയേഷൻ ഫ്രം ഹിസ് റൈവൽ. അതായത് ഫേം എ ഒരു ഔട്ട്പുട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവന്റെ നെയ്വ് ആയിട്ടുള്ള അസംഷൻ, തെറ്റായിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത്, ബുദ്ധിയില്ലാത്ത അസംഷൻ എന്ന് പറയുന്നത് അവന്റെ റൈവല് റിയാക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ റൈവല് റിയാക്ട് ചെയ്യുന്നുണ്ട്.
അതാണ് പക്ഷേ അസംഷൻ എന്ന് പറയുന്നത്, സീറോ കൺജക്ചറൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൂർനോട്ട് മോഡലാണ് ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്. കൂർനോട്ട് മോഡലിന്റെ അസംഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ് വേരി ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് സീറോയാണ്, ഐഡന്റിക്കൽ കോസ്റ്റും ഐഡന്റിക്കൽ ഡിമാൻഡ് കർവും ആണ്, മാർക്കറ്റ് ഡിമാൻഡ് അറിയാം, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും സിമിലർ ആണ്. കാരണം വാട്ടർ ആണ് ഈ പറയുന്ന കുർനോട്ട് മോഡലിലെ അസംഷനിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളെ ആ ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ചോണ്ട്, ന്യൂമറിക്കൽ എക്സാമ്പിൾ ഞാൻ ഉപയോഗിച്ചത് ജസ്റ്റ് നിങ്ങളെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപ്പൊളിക്കും ഇടയ്ക്കാണ് കുർനോട്ട് ഇക്വിലിബ്രിയം സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അത് മറന്നു കളഞ്ഞേക്കുക, തൽക്കാലം അത് മറന്നു കളഞ്ഞേക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കുർനോട്ട് മോഡലിന്റെ കേസിൽ ഇന്നലെ പഠിച്ചായിരുന്നു. ഒന്ന്, മോണോപ്പൊളിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് കുർനോട്ട് മോഡലില് ഔട്ട്പുട്ട് കൂടുതലാണോ കുറവാണോ? കൂടുതൽ കൂടുതലാണ്. പ്രൈസ് എന്ന് പറയുന്നത് കൂടുതലാണോ കുറവാണോ? കുറവാ. വെരി ഗുഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ വെച്ച് നോക്കാൻ നേരത്ത് കുർനോട്ട് മോഡലില് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കൂടുതലാണോ കുറവാണോ? ആ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വെച്ച് നോക്കാൻ നേരത്ത് ക്വാണ്ടിറ്റി കുറവാണ്. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ, പ്രൈസ് ഏറ്റവും കുറവും, അല്ലേ? അപ്പൊ കുർനോട്ട് മോഡൽ അതിന് ഇടയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുർനോട്ട് മോഡലിൽ കുറവും, പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടുതൽ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അപേക്ഷിച്ച് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ കുർനോട്ട് മോഡല് ഇൻ ബിറ്റ്വീൻ മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനുമാണ് നിൽക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു, കുർനോട്ട് മോഡലിൽ ഈ പറയുന്ന അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമായിരുന്നു, അല്ലേ? മൊണോപ്പൊളി പ്രോഫിറ്റ്സ് ആക്കാമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ? കോപ്പറേറ്റ് ചെയ്തിട്ടെങ്കിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അവർ കോപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? സെൽഫ് ഇൻട്രസ്റ്റ് നോക്കി പോവാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന ഒരു സബ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. സബ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും നല്ല പ്രോഫിറ്റ്സ് കിട്ടിയേനെ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അത്രയും താഴെ പോയിട്ടുമില്ല. അപ്പൊ ആ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ആ കുർനോട്ട് ഇക്വിലിബ്രിയം, ആ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ പ്ലേസ് അല്ല. അവിടെ നിന്ന് പിന്നെ അനങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും കുർനോട്ട് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കേസ് സ്റ്റേബിൾ ആണെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്റ്റേബിൾ ആണ്. ഓക്കെ. കുർനോട്ട് ഇക്വിലിബ്രിയം ഇസ് ഓൾസോ കോൾഡ് ആസ് നാഷ് ഇക്വിലിബ്രിയം. ജോൺ നാഷിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇക്വിലിബ്രിയം ആണ് നാഷ് ഇക്വിലിബ്രിയം. ഓക്കെ, നാഷ് ഇക്വിലിബ്രിയം നമുക്ക് വേറെ പഠിക്കാവേ. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഗിവൺ ദ എന്താ പറയാ, ഔട്ട്പുട്ട് ഓഫ് ദ ഫേം ബി, എയുടെ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അവിടെ നിന്ന് അനങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ കുർനോട്ട് ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഇറ്റ് ഈസ് ലൈങ് ഇൻ ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത് നമ്മൾ പറഞ്ഞു. കുർനോട്ട് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്, അത് അവിടെ നിന്ന് അനങ്ങുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കുർനോട്ട് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് നാഷ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഏതാണെന്ന് ഞാൻ പറഞ്ഞത് ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന്? എഡ്ജ് വർത്ത്. കാരണം എന്താ? പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ തൊട്ട്? മൊണോപ്പൊളി തൊട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഇടയിൽ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം ആണ് എഡ്ജ് വർത്തിന്റെ മോഡലിൽ ഉള്ളത്. ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുർനോട്ട്, സ്റ്റാക്കൽബർഗ്, ചേംബർലിൻ. പ്രൈസ് വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബെർട്രാൻഡ്, അതുപോലെ തന്നെ എഡ്ജ് വർത്ത്. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബെർട്രാൻഡ്, എഡ്ജ് വർത്ത്. ഓക്കെ, ഈ ബെർട്രാൻഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഏത് മോഡൽ എന്ന് പറയുന്നത്? ഏതായിരിക്കും? നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ലാന്ന് വിചാരിക്കുക. ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതായിരിക്കും ഈ പറയുന്ന ബെർട്രാൻഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത്? എഡ്ജ് വർത്ത്. കാരണം എന്താ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ?
ആ പ്രൈസ് ബെർട്രാൻഡിന്റെ മോഡൽ ആരാ മാറുന്നത്? പ്രൈസ് ആണ് മാറുന്നത്. എഡ്ജോത്തിന്റെ മോഡലിലും ആര് തന്നെയാണ് മാറുന്നത്? പ്രൈസ് ആണ്. അപ്പൊ ഇയാളുടെ ഒരു കുടുംബ ബന്ധുവായിട്ട് വരും എഡ്ജ്വർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡ്ജ്വർത്ത് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ബെർട്രാൻഡ് മോഡൽ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുർനോട്ട് മോഡലിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നത് ഏത് മോഡലായിരിക്കും? ചേംബർലിന്റെ മോഡൽ. ഓക്കെ, ചേംബർലിന്റെ മോഡൽ ഒരു ഏകദേശം ഒരു എക്സ്റ്റൻഷൻ ആണ്. പക്ഷെ ചേംബർലിന്റെ മോഡലില് ഫേംസ് നെയ്വ് ആയിരിക്കുമോ? ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചേംബർലിൻ എവിടെയാണ് കിടക്കുന്നത്? മൊണോപ്പൊളിയുടെ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ബുദ്ധി ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ ചേംബർലിൻ ഈ പറയുന്ന ഒരു മൊണോപ്പൊളി പ്രോഫിറ്റ്സ് കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ചേംബർലിന്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഫേംസ് നെയ്വ് ആണെന്നുള്ളതായിരിക്കുമോ? അല്ല, ഫേംസ് നെയ്വ് അല്ല. ഫേംസ് ഈ പറയുന്ന ബുദ്ധിയുള്ളവരാണ്. അവരുടെ ആക്ഷൻ ആൻഡ് റിയാക്ഷനിൽ, അതായത് എന്റെ റൈവൽ ഫേമിന്റെ റിയാക്ഷനിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് പഠിക്കാത്തോണ്ടാണ് ഈ പറയുന്ന കുർനോട്ട് താഴെ പോയത്. ഇനി ലീഡർ ഫോളോവർ ഫേം മോഡൽ ഏതാന്ന് ഞാൻ പറഞ്ഞേ? ലീഡർ ഫോളോവർ സ്റ്റാക്കിൾബർഗ്. ലീഡർ ഫോളോവർ പരിപാടി ഉള്ളത് സ്റ്റാക്കിൾബർഗിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏകദേശം ഒളിഗോപ്പൊളി മോഡൽ ഏകദേശം തീർത്തു. പക്ഷെ ഇതിന്റെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ഒളിഗോപ്പൊളി മോഡൽസിലാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആ മോഡ്യൂളിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അത് മാർക്കറ്റ്സ് മൊത്തത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വന്നേക്കും. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ഒരു ഒരു എന്താ പറയാ, റിവാർഡ് കിട്ടാത്തൊരു ഏരിയ ആണ് ബേസിക്കലി ഈ മോഡൽ. ഇത് അവിടെ കൊണ്ട് വെക്കുമ്പോൾ അതാണ് പ്രശ്നം. ബേസിക്കലി ആ മോഡ്യൂളിൽ കൊണ്ട് വെക്കാൻ നേരത്തുള്ള പ്രശ്നം അതാണ്. പക്ഷെ നമുക്കത് പഠിക്കാണ്ടിരിക്കാനും നിവൃത്തിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. ഓക്കെ, മൊണോപ്പൊളി മോഡൽ പോലെ വർക്ക് ചെയ്യുന്നത് ചേംബർലിൻ. ആദ്യം തന്നെ ക്വാണ്ടിറ്റി വേരിയബിൾ എന്ന്, ക്യൂ വേരിയബിൾ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് മാറുന്ന വേരിയബിൾ ചേംബർലിന്റെ, കുർനോട്ടിന്റെ, സ്റ്റാക്കിൾബർഗിന്റെ. ലീഡർ ഫോളോവർ വരുന്നത് വീണ്ടും സ്റ്റാക്കിൾബർഗിന്. എഡ്ജ്വർത്ത് മോഡലിന്റെ അകത്ത് പ്രൈസ് ഇൻസ്റ്റെബിലിറ്റി ആണ്, അല്ലെങ്കിൽ പ്രൈസ് ആണ് വേരിയബിൾ, അത് ഇൻസ്റ്റേബിൾ ആണ്. ബെർട്രാൻഡ് മോഡലിൽ സ്റ്റേബിൾ ആണ്. പ്രൈസ് വെച്ചുകൊണ്ട് തന്നെയാണ് ആ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ ആണല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളിതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് പഠിക്കണം. ഓക്കെ, ഞാൻ ഇനി നമുക്ക് ഇന്നലെ കുർനോട്ട് മോഡലിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. കുർനോട്ട് മോഡലിൽ നമ്മളുടെ ഈ പറയുന്ന ഐഡിയ എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. ബേസിക്കലി ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഫേം എ ആണ്, ബോബനാണ് ആദ്യം ഈ പറയുന്ന പ്രൊഡക്ഷന് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഫേം എ എന്ന് പറയുന്ന ബോബൻ. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി, പ്രൈസ്. അപ്പൊ ബോബൻ ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് ബോബൻ കാണുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, 100 യൂണിറ്റ്സിന്റെ മാർക്കറ്റ് ഉണ്ട്, അത്രയും വിൽക്കാൻ പറ്റും. അപ്പൊ ബോബൻ നോക്കാൻ നേരത്ത് ഈ പറയുന്ന ബോബൻ അതിന്റെ മാർക്കറ്റിന്റെ പകുതി വിൽക്കുകയാണ്. കാരണം നമുക്കിവിടെ എം സി എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞേക്കണേ? 0 ആണ്. മാർജിനൽ കോസ്റ്റ് ഓർ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വാട്ടർ ഈസ് 0 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു എം ആർ കർവ് വരച്ചു. അപ്പൊ ആ എം ആർ കർവ് വരയ്ക്കാൻ നേരത്ത് ഇറ്റ് ഡിവൈഡ്സ് ദ ഏരിയ ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് എം ആർ ഇസ് ഡാഷ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ്, ട്വൈസ് ദ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം ആർ ഇക്വൽ ടു എം സി പോയിന്റ്, ഈ പോയിന്റ് ആണ് E1 പോയിന്റ്. E1 പോയിന്റ് ഇത് ഞാനൊരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒ P1 പ്രൈസിന് ഒ Q1 ക്വാണ്ടിറ്റി ആയിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോബൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മോളി വരാൻ നേരത്ത് മോളി കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100ന്റെ 50 ഈ പറയുന്ന ആരെടുത്തു? ഓൾറെഡി ബോബൻ എടുത്തു. ഇനി മോളിക്ക് എന്തോരം ബാക്കി പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്? 50. 50ന്റെ പകുതി ആരെടുക്കും? മോളി എടുക്കും. ഓക്കെ, കാരണം അയാളുടെ എം ആർ കർവ് എന്ന് പറയുന്നത്, മോളിയുടെ എം ആർ കർവ് MRM ആണ്, ബോബന്റെ എം ആർ കർവ് MRB ആണ്. പുള്ളിക്കാരൻ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, പുള്ളിക്കാരത്തി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഈ പോയിന്റിലാണ്. Q2 ഔട്ട്പുട്ട്. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ്, അപ്പൊ മൊത്തം എത്ര ഔട്ട്പുട്ടായി പോയി? 75 ആയി. കാരണം 50 ആര് പ്രൊഡ്യൂസ് ചെയ്തു? ബോബൻ പ്രൊഡ്യൂസ് ചെയ്തു. ബാക്കി 50ന്റെ പകുതി ആര് പ്രൊഡ്യൂസ് ചെയ്തു? മോളി പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ 75 ആയി.
അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബോബന് ഒരു കാര്യം മനസ്സിലായി. മാർക്കറ്റിലേക്ക് ഒരുപാട് ഔട്ട്പുട്ട് കൂടുതലായിട്ട് വന്നു. ഈ പറയുന്ന ഇത്രയും പ്രോഫിറ്റ്സ് കുറയേണ്ട ആവശ്യമില്ല. കാരണം P2 പ്രൈസ് ആയിട്ട് പോയി. P1 നിന്ന് P2 പ്രൈസ് ആയി. അതിന് മാർക്കറ്റിലേക്ക് ഒരുപാട് സപ്ലൈ വന്നു. അപ്പൊ ബോബൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറയ്ക്കാം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ പുള്ളി കുറയ്ക്കാമെന്ന് തീരുമാനിക്കാൻ നേരത്തെ, അപ്പൊ പുള്ളി കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ അടുത്ത സമയത്ത് പുള്ളിക്കാരൻ വരാൻ നേരത്ത് 100ന്റെ ഓൾറെഡി എത്ര സപ്ലൈ കിടക്കുന്നത്? അല്ല, 100ന്റെ ഓൾറെഡി ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? 100ന്റെ അകത്തുനിന്ന് മോളി എത്ര സപ്ലൈ ചെയ്യുന്നത്? 25. 25 അല്ലേ? 25 സപ്ലൈ ചെയ്യാൻ നേരത്ത് ബാക്കി എത്രയുണ്ട്? 75. 75ന്റെ പകുതി ആര് സപ്ലൈ ചെയ്യും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോബൻ. ബോബൻ സപ്ലൈ ചെയ്യും. അപ്പൊ ഏകദേശം 37.5 ആയിരിക്കും ആര് സപ്ലൈ ചെയ്യുന്നത്? ബോബൻ സപ്ലൈ ചെയ്യുന്നത്. ഇനി മോളി അടുത്ത തവണ വരുമ്പോ എന്താ കാണുന്നത്? 100ന്റെ ഈ പറയുന്ന ബാക്കിയുള്ളത് 37.5 ആര് സപ്ലൈ ചെയ്തു? ബോബൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് 62.5. അപ്പൊ ഈ 62.5ന്റെ എത്ര ആര് സപ്ലൈ ചെയ്യും? പകുതി മോളി സപ്ലൈ ചെയ്യും. അപ്പൊ ഈ പറയുന്ന അത് 31.25 ആയി. അപ്പൊ ആദ്യം ബോബൻ സപ്ലൈ ചെയ്തത് 50, പിന്നെ മോളി സപ്ലൈ ചെയ്തത് 25, പിന്നെ ബോബൻ സപ്ലൈ ചെയ്തത് 37.5, പിന്നെ മോളി സപ്ലൈ ചെയ്തത് 31.25. ഇത് നിങ്ങളൊന്ന് നോക്കിയേ. ഈ ബോബന്റെ കേസിൽ ക്വാണ്ടിറ്റി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, മോളിയുടെ കേസിൽ എന്താ സംഭവിച്ചത്? ഈ ആദ്യം 25 ആയിരുന്നു, പിന്നെ മോളി എത്ര സപ്ലൈ ചെയ്യുന്നത്? 31.25. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബൻ ഓരോ തവണയും ഈ പറയുന്ന ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടിരിക്കുന്നു. മോളി ഓരോ തവണയും ക്വാണ്ടിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവർ രണ്ടുപേരും ഒരു നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തിച്ചേരും. അതായത് ഒരു 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 പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും, ഇനി ഞങ്ങൾ കൂട്ടിയാലും കുറച്ചാലും ഈ പറയുന്ന ഞങ്ങളുടെ പ്രോഫിറ്റ്സ് കുറയേ ഉള്ളൂ. നമ്മൾ ആ ന്യൂമറിക്കൽ എക്സാമ്പിളിൽ കണ്ടുപോലെ തന്നെ അതെന്ന് പറയുന്നത് 33% ആയിരിക്കും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ട്. ഈച്ച് ഫേം വിൽ ബി പ്രൊഡ്യൂസിങ് 1/n+1 ഓഫ് ദ മാർക്കറ്റ്. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേംസ്. ഇവിടെ നമ്പർ ഓഫ് ഫേംസ് എത്രയാ ഡിയോപ്ലി മോഡലില്? 2. അപ്പൊ 1/3 ഓഫ് ദ മാർക്കറ്റ് ആയിരിക്കും രണ്ട് പേരും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1/3 ആയിരിക്കും, മോളി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അഗെയിൻ 1/3 ആയിരിക്കും. ഇനി രണ്ടുപേരും കൂടെ മാർക്കറ്റിലേക്ക് എന്തോരം പ്രൊഡ്യൂസ് ചെയ്യും അതറിയണമെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് n/n+1 ആണ്. രണ്ട് ഫേംസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ 2+1 അല്ലെങ്കിൽ 2/3, അല്ലെങ്കിൽ എന്താണ് 1/3 + 1/3 ഈസ് ഈക്വൽ ടു 2/3. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് സിംഗിൾ ഫേം എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് 1/n+1. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റ്. ഇവിടെ ഡിയോപ്ലി മോഡൽ ആയതുകൊണ്ട് രണ്ട് ഫേംസ്. അപ്പൊ 1/3 വിൽ ബി സപ്ലൈഡ് ബൈ ഈച്ച് ഫേം. അപ്പൊ 90 ആണ് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബോബൻ എത്രയായിരിക്കും സപ്ലൈ ചെയ്യുന്നത് മാർക്കറ്റില്? 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 30 യൂണിറ്റ് ആയിരിക്കും ബോബൻ സപ്ലൈ ചെയ്യുന്നത്. ഇനി എഗെയിൻ 90 മോളി ആണെങ്കിലോ 30 അല്ലേ? അപ്പൊ 30 + 30 ടോട്ടൽ സപ്ലൈ എത്രയായിരിക്കും? 60. അപ്പൊ 90 ആണ് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എങ്കിൽ അതിൻ്റെ അകത്ത് എത്ര സപ്ലൈ ചെയ്യും? രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് 60 സപ്ലൈ ചെയ്യും. ഇൻഡിവിജ്വലി രണ്ടുപേരും കൂടെ എത്ര സപ്ലൈ ചെയ്യും? 30 സപ്ലൈ ചെയ്യും. ഓക്കെ ആണോ? ഇനി അതല്ലാതെ അറിയണമെന്നുണ്ടെങ്കിൽ n/n+1, അതായത് 2/3 ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. 90 × 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 × 2 എന്ന് പറഞ്ഞാൽ 60. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യം ആലോചിക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ബോബനും മോളിയും കൂടെയും 1/n+1 ഓഫ് ദ മാർക്കറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഓരോ സിംഗിൾ ഫേംസും എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് 1/n+1 ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റ് ആണ്. ഇവിടെ നമ്മളുടെ നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 1/3 ഓഫ് ദ മാർക്കറ്റ് ആയിരിക്കും ഓരോ സിംഗിൾ ആൾക്കാരും ഈ പറയുന്ന സപ്ലൈ ചെയ്തത്.
ഓക്കെ ആണോ? സിംഗിൾ ആൾക്കാർ. ഓക്കെ. ഇനി ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമുല എന്താ? എൻ ബൈ എൻ പ്ലസ് വൺ. എൻ ബൈ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 + 1 2/3 ആയിരിക്കും ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓരോ സിംഗിൾ ഫേമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. ഓക്കെ ആണോ? ഇതും ചോദ്യമായിട്ട് വരാവേ. ഈ ഇൻഡിവിജ്വൽ ഫേമിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1/3. ഫോർമുല എന്ന് പറയുന്നത് 1/n+1. ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് n/n+1. ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും ഓക്കെ ആണോ? സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഇങ്ങനെയാണ് ഐഡിയ. ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് ഈ സാധനമാണ്. അതായത് D1 എന്ന് പറയുന്ന കേർവ് ആണ് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ്. ഫേം എ ആദ്യം വരുന്നു. ഫേം എ ആദ്യം വരുമ്പോൾ കാണുന്നത് 100 യൂണിറ്റ്സ് അയാൾക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം. പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അയാൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന MR = MC എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ പുള്ളിക്കാരൻ MR = MC ആവുന്നത് ഈ പോയിന്റിലാണ്. എന്തുകൊണ്ടാണ് ഈ പോയിന്റ് എന്ന് വെച്ചാൽ MC അസ്യൂം ചെയ്യുന്നത് 0 ആണെന്നുള്ളതാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കുമല്ലോ MC എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റിൽ പുള്ളി പ്രൊഡ്യൂസ് ചെയ്തു. ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് മാർക്കറ്റിന്റെ പകുതി ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫേം എ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ബാക്കിയുള്ള പകുതിയുടെ പകുതി, അതായത് ബാക്കിയുള്ള 50%ന്റെ പകുതി ആയിരിക്കും ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ Q1 Q2 ഔട്ട്പുട്ട് ആയിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മോളി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് എത്രയായി? 50 + 25 75 ആയി. അപ്പൊ ഇവിടെ ഒരു പാഠം ഈ പറയുന്ന ആര് പഠിക്കുന്നുണ്ട്? ബോബൻ പഠിക്കുന്നുണ്ട്. ബോബൻ ഈ പറയുന്ന എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബൻ അയാളുടെ ഔട്ട്പുട്ട് കുറയ്ക്കുകയാണ്. അപ്പൊ ബോബൻ ഔട്ട്പുട്ട് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം 75 ഉണ്ട്. ബോബൻ അടുത്ത തവണ വരാൻ നേരത്ത് കാണുന്നത് 75 ഉണ്ട് എന്ന് കാണാൻ നേരത്ത് 100 - 75 അല്ല, 100 - 75 അല്ല, 100 - മോളി സപ്ലൈ ചെയ്ത എമൗണ്ട്, ഫേം ബി സപ്ലൈ ചെയ്ത എമൗണ്ട് 25 ആണ്. മോളി സപ്ലൈ ചെയ്തത്. ബാക്കി 75 ഉണ്ട്. 75ന്റെ പകുതി ആയിരിക്കും ആര് സപ്ലൈ ചെയ്യുന്നത്? ബോബൻ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേം എ സപ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഓരോ തവണയും ഫേം എ അതിന്റെ ഔട്ട്പുട്ട് കുറച്ചുകൊണ്ടിരിക്കുന്നു, ഫേം ബി അതിന്റെ ഔട്ട്പുട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അവിടെയാണ് ഈ നെയ്വിറ്റി എന്ന് പറഞ്ഞ അസംഷൻ. രണ്ടുപേരും പാഠം ഉൾക്കൊള്ളുന്നില്ല. പാഠം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ അവർ എത്ര ഔട്ട്പുട്ടേ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നുള്ളൂ? അവർക്കൊരു മൊണോപ്പൊളി പ്രോഫിറ്റ് വരുത്തണമെങ്കിൽ അവർ എത്ര ഔട്ട്പുട്ടേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർ രണ്ടുപേരും ഈ പറയുന്ന ഒരു മൊണോപ്പൊളി ആയിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര ഔട്ട്പുട്ടേ അവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? 100ന്റെ 100ആണ് 50. ടോട്ടൽ. 25. 25. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ അകത്ത് രണ്ടുപേരും എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 25. അപ്പൊ 25 കാണിക്കുന്നത് എവിടെയാ? Q1 ഔട്ട്പുട്ട്. അത് എത്ര പ്രൈസിനായിരിക്കും വിൽക്കുന്നത്? P1. P1 പ്രൈസിന്. ഇതാണ് ഏത് മോഡലിൽ സംഭവിക്കുന്നത്? വെരി ഗുഡ്. ചേംബർലിൻ മോഡലിൽ സംഭവിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ചേംബർലിൻ മോഡലിൽ Q1 ഔട്ട്പുട്ടേ ഈ പറയുന്ന സപ്ലൈ ചെയ്യുന്നുള്ളൂ. 50%. മാർക്കറ്റിന്റെ 100 ടോട്ടൽ ഉണ്ടെങ്കിൽ 50 ഈ പറയുന്ന ചേംബർലിൻ മോഡലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ഇവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തു മൊത്തം? 100 ഉണ്ടെങ്കിൽ അല്ല, 75 അല്ല. ഇക്വിലിബ്രിയം ഫൈനൽ ഇക്വിലിബ്രിയത്തിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 33 സിംഗിൾ ആയിട്ടാണ്. രണ്ടുപേരും കൂടി എത്രയാ? 66 അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? അതായത് ഞാൻ എന്തെന്നാ പറഞ്ഞു നിർത്തിയത്? 1/3. ഞാനിത് റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ ചേംബർലിൻ വീണ്ടും പഠിക്കും നമ്മൾ. പക്ഷെ ഞാൻ പറയാം ഇപ്പോഴേ, നമ്മൾ എന്തെന്നാ പറഞ്ഞേ? ഓരോ സിംഗിൾ ഫേംസും 1/n+1 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഓഫ് ദ മാർക്കറ്റ്. 100ന്റെ 1/3 എത്രയാ? ഏകദേശം 33. ഓക്കെ, ഒരു സിംഗിൾ ഫേം ബി എത്ര പ്രൊഡ്യൂസ് ചെയ്തു? വീണ്ടും 100ന്റെ 1/3 33. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാ?
66. നിങ്ങൾ ചേംബർലിൻ മോഡലിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞേ? 50. 50. അതായത് മൊണോപ്പൊളി ആയിരുന്നെങ്കിൽ 50 പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷെ കുർണോട്ട് ആയി പോയതുകൊണ്ട് അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു? ഏകദേശം 66 പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ സാധനമായിട്ട് കറക്റ്റ് അല്ലേ? മൊണോപ്പൊളിനേക്കാളും ഔട്ട്പുട്ട് കൂടുതലായിരിക്കും കുർണോട്ടില്, പ്രൈസ് എന്ന് പറയുന്നത് കുറവുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമായിരുന്നെങ്കിൽ ഇൻഡിവിജ്വലി ഇവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വലി രണ്ടുപേരും പ്രോഫിറ്റ് ഈ പറയുന്ന മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഇക്വിലിബ്രിയം ആണ്. അവിടെ ഈ പറയുന്ന ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 66 പക്ഷേ ആ ടോട്ടൽ ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമായിരുന്നെങ്കിൽ അവർ 50 ഔട്ട്പുട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ അറ്റ് ദ പ്രൈസ് ഓഫ് P1 OP1 പ്രൈസിന് 50 ഔട്ട്പുട്ടായിരുന്നു അവർ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ സെൽഫ് ഇൻട്രസ്റ്റ് നോക്കി പ്രവർത്തിക്കുന്നുണ്ട്, അവർ 66 ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓരോ സിംഗിൾ ഫേമിന്റെ കോൺട്രിബ്യൂഷൻ അറിയാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/n+1. ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അറിയാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/n+1. അപ്പോൾ 1/n+1 എന്ന് പറഞ്ഞാൽ 1/3, n/n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3. ഇത്രയും ഓക്കെ ആണല്ലോ? പിന്നെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? കുർണോട്ട് മോഡലിനകത്ത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്ത് ഇക്വിലിബ്രിയം ആണ്? നാഷ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, അവിടെ നിന്ന് പിന്നെ ഫേംസിന് മാറാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ പറയുന്ന കുർണോട്ട് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? കുർണോട്ട് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ക്വാണ്ടിറ്റി, ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ് കുർണോട്ട് മോഡല്. അതിന് പറയുന്ന വേറൊരു പേരാണ് നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓരോ ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1/3, ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2/3. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 1/n+1. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/n+1. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ ഇന്നലെ എവിടെയാ ഈ ഡയഗ്രം ഒന്ന് വരയ്ക്കാവോ? മൈക്ക് ഓൺ ആണേ. പാട്ട് പാടാൻ നേരത്ത് മൊത്തത്തിൽ ഞങ്ങൾക്കും കൂടെ കേൾക്കണം, എന്നാലേ. സോറി. കുർണോട്ട് മോഡൽ പഠിപ്പിച്ചിട്ട് പാട്ട് പാടുന്ന ആദ്യത്തെ വ്യക്തി ലക്ഷ്മി ടീച്ചറായി. ഇതിന്റെ ചെറിയൊരു നോട്ട് എഴുതിക്കോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു നോട്ട്. പടം വരച്ചോ നിങ്ങള്? ഇന്നലെ കോർണോട്ട് മോഡൽ അസംഷൻസ് മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ? അത്ര 5 എഴുതിയിട്ടുള്ളൂ. പടം വരയ്ക്കട്ടെ. എപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിച്ചോളണം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പഠിച്ച് സ്റ്റക്ക് ഒരു നിമിഷം വരും. നിങ്ങൾ പടം വരച്ചോ, അതിൻ്റെ കൂടെ കഥ കേട്ടാൽ മതി. അങ്ങനെ ഈ സ്റ്റക്ക് ആവുന്ന ഒരു നിമിഷം നിങ്ങൾ അതിൻ്റെ പുറകെ ഇങ്ങനെ കിടന്ന് പോകും. പക്ഷെ അപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇത് ഏതോ ഒരു മോഡ്യൂളിലെ ഒരു ചാപ്റ്ററിലെ ഒരു പെർട്ടിക്കുലർ സാധനം മാത്രമാണ്, ഒരു പോയിന്റ് മാത്രമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു മാർക്കാണ്. നിങ്ങൾ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും 20 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും ഇനിയുള്ള കാലം മൊത്തം കുർണോട്ട് മോഡൽ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ഒരു മാർക്കാണ്. അപ്പോൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ. നമ്മൾ ഈ ആർട്സ് പഠിക്കുന്നവർക്ക് ബുദ്ധി വളരെ കുറവാണ്, സത്യം പറയാലോ. സയൻസ് പഠിക്കുന്ന പിള്ളേരെ അപേക്ഷിച്ച് അവർ പരീക്ഷ ജയിക്കാൻ വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ആ വിഷയത്തോടെ എന്തോ സ്നേഹം വരുമോ, നമ്മൾ ഈ പറയുന്നത് അതിനെ ഇങ്ങനെ അതിൻ്റെ അത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ ഇരുന്ന് അങ്ങോട്ട് കിടക്കും. അങ്ങനെ ചെയ്യരുത്. എക്കണോമിക്സ് പഠിക്കുക എന്നുള്ളതല്ല കോച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പരീക്ഷ പാസ്സാക്കിക്കുക എന്നുള്ളതാണ് കോച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ ഒരു സാധനം മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. നമുക്ക് അതില്ലെങ്കിൽ വേറെ 99 എണ്ണം വേറെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ആ ചോദ്യം ചെയ്യുന്ന ദിവസവും പോരെണ്ണത്തിൽ സ്റ്റക്കായി വെറുതെ ഇരിക്കില്ലേ. 30 സെക്കൻഡ് ഇല്ലെങ്കിൽ ഇല്ല, അടുത്ത പരിപാടി അടുത്തതിലേക്ക് നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക.
അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്തെ നിങ്ങളുടെ ബ്രെയിൻ അവിടെ സബ് കോൺഷ്യസ്ലി എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കൂട്ടുക. ഓക്കെ, ഒരു ചോദ്യത്തിലും 30 സെക്കൻഡിന് മുകളിൽ സമയം സ്പെൻഡ് ചെയ്യരുത്. അറിയില്ല, വിട്ടേക്കുക. അടുത്ത ചോദ്യത്തിനും ഇതേ മാർക്ക് തന്നെയാണ്, 1 മാർക്ക് തന്നെയാണ്. വെയിറ്റേജ് കൂടുതലൊന്നുമില്ല. നമ്മളുടെ ലക്ഷ്യം ഈ പറയുന്ന ആ പോയിന്റ് കറക്റ്റാക്കിയിട്ട് ഈ പറയുന്ന പരീക്ഷ ജയിക്കുക എന്നുള്ളതല്ല. ഓവറോൾ അറിവാണ് ഈ പറയുന്ന പരീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന്റെ പുറത്തും ഈ പറയുന്ന അനാവശ്യമായിട്ട് സമയം കളയരുത്. അടുത്തത് 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 അടുത്ത 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 അടുത്തത് അത്രേ ഉള്ളൂ. വെറുതെ ഇമോഷണൽ ആവാതിരിക്കുക ഒരെണ്ണത്തിന്റെ പുറത്തും. ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിക്കുക. ഓക്കെ, കുർണോട്ട് മോഡലിൽ നമ്മൾ ഇത്രയും ഇത് പഠിച്ചു. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് കുർണോട്ട് മോഡലിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ അവസാന ദിവസം കുർണോട്ട് മോഡൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ വന്നാലും എപ്പോഴും ഒരു എന്താ പറയുക, റിസ്ക് ടു റിവാർഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ എടുക്കുന്ന ടൈമിനനുസരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മെയിൻ പോയിന്റ്സ് വായിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് അടുത്ത പരിപാടിയിലേക്ക് പോവുക, അടുത്ത മോഡൽ പഠിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഒളിഗോപോളി മോഡലിൻ്റെ അകത്ത് 6 മോഡൽസോളം ഉണ്ട്. ഈ ഒളിഗോപ്പൊളി മോഡലിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ 6 മോഡലിന് എത്ര സമയം കൊടുക്കുന്നു ആലോചിക്കുകയും. പക്ഷേ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷനിൽ ആകെ ഒരു കാര്യമുള്ളൂ. മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഈ പറയുന്ന ഇക്വിലിബ്രിയം, എക്സസ് കപ്പാസിറ്റി. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ നിങ്ങൾ സമയം കൊടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ എഫേർട്ട് കൂടുതൽ ഇടേണ്ട ഏതിനായിരിക്കും? എഫേർട്ട് ഇടേണ്ടത് കുർണോട്ട് മോഡൽ അല്ല ഒളിഗോപ്പൊളി മോഡലിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ റിട്ടേൺ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനേക്കാളും എളുപ്പമാണ് ഈ പറയുന്ന മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ പഠിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് അനാവശ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു PhD എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. മിനിമം പോയിന്റ്സ്, മാക്സിമം ഔട്ട്പുട്ട്. ഓക്കെ, മിനിമം ഇൻവെസ്റ്റ്മെന്റ്, മാക്സിമം ഔട്ട്പുട്ട്, അങ്ങനെ ചിന്തിക്കാവുള്ളൂ. ഒരിക്കലും ഇതിനകത്തൊരു ഒളിഗോപ്പൊളിയിൽ PhD എടുക്കാൻ വേണ്ടി നിൽക്കരുത്. ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കുക. കിട്ടിയില്ലെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഈ നോട്ട്സിൽ അത് ഇല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവന് അത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഞാൻ ഒരുപാട് നമ്മുടെ നോട്ട്സിനെ പൊക്കി പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധനമാണെങ്കിൽ ഈ പറയുന്ന എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ തെറ്റിക്കാണ്ടിരുന്നാൽ മതി. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ഓക്കെ, ഇത് എഴുതിയോ? സാധനം എഴുതിയോ? വരച്ചോ? എഴുതിയതല്ല, വരച്ചോ? സർ. There are let the firms be A and B. Let the firms be A and B. Let the firms be A and B. Firm A is the first to enter into the market. Firm A is the first to enter into the market. Firm A is the first to enter into the market. And B enters later. Firm A is the first to enter into the market and B enters later. Firm A is the first to enter into the market and B enters later. Since താഴെ എഴുതിക്കോ. Since MC is 0, firm A produces OQ1 of output. സർ അതൊന്നുകൂടെ പറയാമോ? Since MC is 0, firm A produces OQ1 of output. Since MC is 0, firm A produces OQ1 of output at OP price, at OP1 price, at OP1 price. Okay, then B enters the market. Then B enters the market. Then B enters the market, comma, B finds that
half of the market is left out. Half of the market is left out by A. Half of the market is left out by A. B produces Q1, Q2 of output at OP2 price. B produces Q1, Q2 of output at OP2 price. മനസ്സിലാക്കി പോണേ. ഓക്കെ. ഇനി when A finds that market prices has fallen, when A finds that market prices has fallen, when A finds that market prices has fallen from OP1 to OP2, comma, in order to keep the price at old level, it reduces quantity. Thinking that firm B will, ബാക്കി പൂരിപ്പിക്കാൻ പറ്റുമോ? Thinking that firm B will keep its quantity constant. Reduces quantity, thinking firm B will keep its quantity constant. To this, B reacts by increasing the quantity. To this, B reacts by increasing the quantity. To this, B reacts by increasing the quantity. Through such action reaction, ultimately they both reach equilibrium output of 1/3 by each firm. 1/3 by each firm. See, okay. Thus, Cournot solution is, അല്ലെങ്കിൽ Cournot equilibrium is stable. Thus, Cournot solution or equilibrium is stable. Okay. താഴെ point wise ആയിട്ട് എഴുതിക്കോ. This equilibrium is also called as എന്താ? Nash equilibrium. പിന്നെ എന്തൊക്കെ പോയിന്റ്സ് അതിൻ്റെ അത് വരേണ്ടത്? Each firm produces one by n+1th of the market. Each firm produces 1 by n+1th of the market. Total supply jointly by firms will be equal to and the formula N by N plus 1. n by n+1.
അപ്പോൾ ഇവിടെ 1/3 കൂടെ എഴുതി കേട്ടോ. ഇവിടെ 1/n+1 എന്ന് പറഞ്ഞാൽ 1/3 ഡിയോപ്ലി മോഡൽ ആയതുകൊണ്ട്. ഇനി n/n+1 ആയതുകൊണ്ട് 2/3 ഓഫ് ദ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ 100 മാർക്കറ്റ് എങ്കിൽ അതിന്റെ 2/3, 90 മാർക്കറ്റ് ഡിമാൻഡ് എങ്കിൽ അതിന്റെ 2/3, 50 മാർക്കറ്റ് ഡിമാൻഡ് എങ്കിൽ 50ന്റെ 2/3, അങ്ങനെ കേട്ടോ. ടോട്ടൽ മാർക്കറ്റ് എത്രയാണോ അതിന്റെ 2/3. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ എന്ത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, അപ്പൊ കുർനോട്ട് മോഡലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കുർനോട്ട് മോഡലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന് ക്വാണ്ടിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ മോഡല് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ട് ഫേംസ് നെയ്വ് ആണ്, അല്ലെങ്കിൽ സീറോ കൺജക്ചറൽ വേരിയേഷൻ എന്ന് പറയുന്ന ഐഡിയ ആണ്. അതായത് ഫേം കൺജക്ചേഴ്സ് ദാറ്റ് there will be zero variation from the part of its rival എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ മോണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ കുർനോട്ട് ഇക്വിലിബ്രിയം സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് നാഷ് ഇക്വിലിബ്രിയം. പിന്നെ ഈച്ച് ഫേം സപ്ലൈസ് 1/3 ഓഫ് ദ മാർക്കറ്റ്. ഇൻഡസ്ട്രിയൽ സപ്ലൈ വിൽ ബി 1/3 + 1/3 2/3 ഓഫ് ദ മാർക്കറ്റ്. കുർനോട്ട് മോഡലിന്റെ എക്സ്റ്റൻഷൻ ആണ് ചേംബർലിൻ മോഡൽ. പക്ഷെ അസംഷൻ എന്ന് പറയുന്നത് ഫേംസ് ആർ നോട്ട് നെയ്വ്. ഓക്കെ, അതായത് ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ചേംബർലിൻ മോഡൽ പറയുന്നത്. അപ്പോൾ ചേംബർലിൻ മോഡലിൽ ഈ പറയുന്ന ഹാഫ് ഓഫ് ദ മാർക്കറ്റ് ആയിരിക്കും. ഈ ഹാഫ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ടുപേരും ഈ പറയുന്ന പകുതിയായിട്ട് എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ചേംബർലിൻ മോഡലിന് ഇനി കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഏത് മോഡൽ, കുർനോട്ട് മോഡലിൽ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഏത് മോഡൽ വരുന്നത്? അടുത്ത മോഡൽ ബെർട്രാൻഡ് മോഡൽ. ഇനി ബെർട്രാൻഡ് മോഡൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഐസോപ്രോഫിക് കർവ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഐസോപ്രോഫിക് കർവിന് മുമ്പായിട്ട് നമ്മൾ റിയാക്ഷൻ, ഓക്കെ, അങ്ങനെ ഹെഡിങ് എഴുതിക്കേ, റിയാക്ഷൻ കർവ് അപ്രോച്ച്. റിയാക്ഷൻ കർവ് അപ്രോച്ച് ഇത് കുർനോട്ട് മോഡലിൽ തന്നെ ഉള്ളതാണ്. റിയാക്ഷൻ കർവ് അപ്രോച്ച്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിച്ചായിരുന്നു. നമുക്ക് സിലബസിൽ ഇല്ല, പക്ഷെ പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്. പിന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് തന്നെ ഈ പറയുന്ന ഹിക്സിയൻ അപ്രോച്ച് ഉണ്ട്. പിന്നെ നമുക്ക് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പം നമുക്ക് കുർനോട്ട് മോഡൽ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോഡൽസിന്റെ അകത്ത് ആ മോഡലുകളെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഒന്നില്ലെങ്കിൽ ആ ഡയഗ്രാം വെച്ചുകൊണ്ട്, തുടക്കം നമ്മൾ കാണിച്ചു തന്ന ആ ഡിമാൻഡ് കർവ് വെച്ചുകൊണ്ടുള്ള ഡയഗ്രാം വെച്ചുകൊണ്ട് നമുക്ക് കാണിക്കാം. അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് റിയാക്ഷൻ കർവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബേസിക്കലി റിയാക്ഷൻ കർവ് അപ്രോച്ച് വെച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഫേംസ് എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഇക്വിലിബ്രിയം ആ പോയിന്റിൽ മാക്സിമൈസ്ഡ് ആവാത്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബേസിക്കലി റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഫേം എയുടെ റിയാക്ഷൻ കർവ് ആണ്. ഫേം എയുടെ റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ഫേംസ് ഉണ്ടല്ലോ, ഫേം ബിയും ഫേം എയും. ഫേം ബി ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഔട്ട്പുട്ടിനോട് ഫേം എ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് ഫേം എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. അതായത് ഫേം ബി എന്ന് പറയുന്നത് B1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേം എ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും? A1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഫേം B2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേം എ എത്ര പ്രൊഡ്യൂസ് ചെയ്യും? A2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഫേം ബി ഇനി ഈ പറയുന്ന ഔട്ട്പുട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫേം എ വീണ്ടും എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കുറച്ചുകൊണ്ടിരിക്കും. അതായത് ബിയുടെ ആക്ഷൻ അനുസരിച്ച് എയുടെ റിയാക്ഷൻ ആണ് എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ബി ഓരോ ഔട്ട്പുട്ട് മാറ്റാൻ നേരത്ത് എ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. ഇനി ബിയുടെ റിയാക്ഷൻ കർവ് ഉണ്ട്. ബിയുടെ റിയാക്ഷൻ കർവ് എന്താ കാണിക്കുന്നത്? അപ്പോൾ എന്തായിരിക്കും കാണിക്കുന്നത്? എയുടെ ആക്ഷൻ അനുസരിച്ച് ബിയുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അത് തന്നെ, എയുടെ ഔട്ട്പുട്ട് അനുസരിച്ച് എ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ A1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലാണ് ഈ പറയുന്ന ബിക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ബിയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ റിയാക്ഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ A1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം?
B1 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി A3 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബി എന്ത് ചെയ്യും? B2 ഔട്ട്പുട്ടായിട്ട് ഈ പറയുന്ന B3 ഔട്ട്പുട്ടായിട്ട് കൂട്ടും. അപ്പൊ ബേസിക്കലി എയുടെ റിയാക്ഷൻ കർവും ബിയുടെ റിയാക്ഷൻ കർവും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത് ബി ഒരു തീരുമാനം എടുത്തു, ഒരു ക്വാണ്ടിറ്റി വൈസ് ആയിട്ടുള്ള ഒരു തീരുമാനം. പ്രൈസ് വൈസ് ആയിട്ടുള്ള തീരുമാനം ആയിരിക്കില്ലല്ലോ. പ്രൈസ് വൈസ് ആയിട്ടുള്ള തീരുമാനം എവിടെയേ വരുള്ളൂ? ബെർട്രാൻഡ് മോഡലിലേ വരുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ബി ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം? എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ B1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഔട്ട്പുട്ടാണ് A1 എന്ന് പറയുന്നത്. B2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഔട്ട്പുട്ടാണ് A2 എന്ന് പറയുന്നത്. ഓരോ തവണയും ബി കൂട്ടാൻ നേരത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ബിയുടെ റിയാക്ഷൻ കർവ് ഓരോ തവണയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബി കുറച്ചുകൊണ്ടിരിക്കണം. അതാണ് ബിയുടെ റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോ ഇനി ഇത്രയാണ് റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത് ഒരാളുടെ ആക്ഷനോട് മറ്റേ ആൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, ബിയുടെ ആക്ഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് ഏത് കാണിക്കുന്നത്? എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. ഇനി ബിയുടെ റിയാക്ഷൻ കർവ് എന്താ കാണിക്കുന്നത്? എയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുമ്പോൾ ആക്ഷൻ എടുക്കാൻ നേരത്ത് ബി എങ്ങനെ റിയാക്ട് ചെയ്യണം? എന്തിനാ റിയാക്ട് ചെയ്യണേ? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി. ബി എന്ത് റിയാക്ഷൻ എടുക്കണം എന്നുള്ളതാണ് എന്ത് കർവ് കാണിക്കുന്നത്? ബിയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. ഇത്ര ഓക്കെ ആണോ? എയുടെ റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ റിയാക്ഷൻ കർവ് അപ്രോച്ച് എന്ന് പറയുന്ന ഐഡിയ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ. അപ്പൊ എക്ക് ഒരു റിയാക്ഷൻ കർവ് ഉണ്ട്, ബിക്ക് ഒരു റിയാക്ഷൻ കർവ് ഉണ്ട്. ബി ഒരു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് എയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. അതാണ് ഏത് ലൈൻ എന്ന് പറയുന്നത്? ഈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോ AR എന്ന് കൊടുക്കുകയാണ്. AR കാണിക്കുന്നത് ആ റിയാക്ഷൻ കർവ് ആണ്. ഇനി ബിയുടെ റിയാക്ഷൻ കർവ് എന്ന് പറഞ്ഞാൽ BR, അതായത് ഒരു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ബി എങ്ങനെ റിയാക്ട് ചെയ്യണം? എന്തിനു വേണ്ടി? പ്രോഫിറ്റ് മാക്സിമൈസ്. വെരി ഗുഡ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ എയുടെ റിയാക്ഷൻ കർവും ബിയുടെ റിയാക്ഷൻ കർവും. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഈ റിയാക്ഷൻ കർവ് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കൊണ്ടുവരുന്നത്? ഇത് മാനത്തിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല, ഇത് വേറൊരു സാധനത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് കൊണ്ടുവരുന്നത് വേറൊരു കർവിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന റിയാക്ഷൻ കർവ് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഐസോ പ്രോഫിറ്റ് കർവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേമിന്റെ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റിയാക്ഷൻ കർവ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്രോച്ചാണ് റിയാക്ഷൻ കർവ് അപ്രോച്ച്. ഇനി റിയാക്ഷൻ കർവ് ഞാൻ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോ പ്രോഫിറ്റ് കർവിൽ നിന്നാണ് ഞാൻ റിയാക്ഷൻ കർവ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഐസോ പ്രോഫിറ്റ് കർവ് എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഐസോ പ്രോഫിറ്റ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസോ പ്രോഫിറ്റ് കർവ് ഞാൻ വരയ്ക്കാം. ശിവനെ. ഓക്കെ, കോൾ എടുത്തോ? ഹലോ, ഞാൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കാവേ. 5 മിനിറ്റ് അല്ല, അരമണിക്കൂർ കഴിയുമ്പോൾ വിളിക്കാം. ആരാണ്? ഓക്കെ, ഇനി ഞാൻ എയുടെ റിയാക്ഷൻ കർവ് ഡിറൈവ് ചെയ്തെടുക്കുകയാണേ. ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതെങ്ങനെ ഡിറൈവ് ചെയ്യും അതൊന്നും നമ്മുടെ ചോദ്യമായിട്ട് വരുമൊന്നുമില്ല. ജസ്റ്റ് പക്ഷേ ഒരു നിങ്ങളത് കണ്ടില്ല എന്ന് പറയരുത് അവസാനം.
എനിക്ക് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടാവും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ് റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോപ്രോഫിക് കർവ് വെച്ചുകൊണ്ടാണ് നമ്മൾ റിയാക്ഷൻ കർവ് ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇസ് റിയാക്ഷൻ കർവ് ഡിറൈവ്ഡ് ഇൻ ദ കേസ് ഓഫ് കുർനോട്ട് മോഡൽ എന്നുള്ളതായിരിക്കും. അപ്പോൾ എന്നിട്ട് 4 ഓപ്ഷൻ തരും. ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ഇൻഡിഫറൻസ് കർവ്, ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ഐസോകന്റ്, ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ഐസോപ്രോഫിക് കർവ്. ഉത്തരം എന്ന് പറയുന്നത് ഐസോപ്രോഫിക് കർവ് ആണ്. ഓക്കെ, ഇനി ഐസോപ്രോഫിക് കർവ് എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബി ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, ബി1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ ആണല്ലോ, ബി1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എ1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ബി2 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ക്വാണ്ടിറ്റി, ബിയുടെ ക്വാണ്ടിറ്റി ആണ് എവിടെ കാണിക്കുന്നത്? വൈ ആക്സിസിൽ കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് എയുടെ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് എക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എക്ക് ഇത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എ ഡാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, A1 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷെ തൽക്കാലം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആ ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്തോളയാണ്. ഓക്കെ, അപ്പൊ ബി1 പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് എ1 പ്രൊഡ്യൂസ് ചെയ്തു. ബി2 പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് എ എന്ത് ചെയ്തു? A2 പ്രൊഡ്യൂസ് ചെയ്തു. ബി3 പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ബി ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടിരിക്കാൻ നേരത്ത് എ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അങ്ങനെയാണെങ്കിലാണ് പുള്ളിക്കാരന് അതേ പ്രോഫിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഐസോപ്രോഫിറ്റ് കർവിൽ മൊത്തം നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിക്കാൻ നേരത്ത് ആ ഇൻഡിഫറൻസ് കർവിൽ എല്ലാ പോയിന്റിലും ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം ആണ്. ഐസോക്കന്റ് എടുക്കുകയാണെങ്കിൽ ഐസോക്കന്റിലെ എല്ലാ പോയിന്റിലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഐസോ പ്രോഫിറ്റ് കർവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ എല്ലാ പോയിന്റിലും പ്രോഫിറ്റ് എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും ബി ഔട്ട്പുട്ട് കൂട്ടാൻ നേരത്ത് എ ഔട്ട്പുട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ബി ഔട്ട്പുട്ട് കൂട്ടണമെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ വേറൊരു ഐസോപ്രോഫിറ്റ് കർവിലേക്ക് പോകും. ഓക്കെ, അതായത് ഒരു ഹയർ ഐസോപ്രോഫിറ്റ് കർവിലേക്ക് പോകും. അപ്പോൾ ഔട്ട്പുട്ട് കൂട്ടാൻ നേരത്ത് പ്രോഫിറ്റ് കുറയാണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്? നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചേ. ഔട്ട്പുട്ട് മാർക്കറ്റിലേക്ക് കൂടുന്തോറും ഈ പറയുന്ന പ്രോഫിറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? അല്ലേ? ക്വാണ്ടിറ്റി കൂടുന്തോറും പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പ്രോഫിറ്റ് കുറയാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് കൂടി എന്ന് പറഞ്ഞു. ബി ഔട്ട്പുട്ട് വീണ്ടും കൂട്ടി എന്ന് പറഞ്ഞു, അല്ലെ? ബി ഔട്ട്പുട്ട് വീണ്ടും കൂട്ടാൻ നേരത്ത് ഒരു ഹയർ ഐസോപ്രോഫിറ്റ് കർവ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഹയർ ഐസോപ്രോഫിറ്റ് കർവ് വന്നു, പൈ A2 എന്ന് പറയുന്ന ഒരു ഹയർ ഐസോപ്രോഫിറ്റ് കർവ് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹയർ ഐസോപ്രോഫിറ്റ് കർവ് ലോവർ പ്രോഫിറ്റ്സ് ആണോ കാണിക്കുന്നത്, ഹയർ പ്രോഫിറ്റ്സ് ആണോ കാണിക്കുന്നത്? ലോവർ പ്രോഫിറ്റ്സ്. ഓക്കെ ആണ്. ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് ഒരു ഹയർ ഐസോപ്രോഫിറ്റ് കർവ് വരുന്നത്. ക്വാണ്ടിറ്റി കൂടാൻ നേരത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രോഫിറ്റ് കുറയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഹയർ ഐസോപ്രോഫിറ്റ് കർവ് കാണിക്കുന്നത് എന്തായിരിക്കും? ഒരു ലോവർ പ്രോഫിറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് എയുടെ ഐസോപ്രോഫിറ്റ് കർവ്. അപ്പൊ എയുടെ ഐസോപ്രോഫിറ്റ് കർവ്സിന് ഇന്ന ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺകേവ് ടു ദ എക്സ് ആക്സിസ്, അല്ലെ? എയുടെ ഐസോപ്രോഫിറ്റ് കർവ് എന്ന് പറയുന്നത് കോൺകേവ് ടു ദ ഏസ് ആക്സിസ്, ഏസ് ക്വാണ്ടിറ്റി ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഓക്കെ,
ഇനി ഹയർ ദ ഐസോപ്രോഫിറ്റ് കർവ് ലൈസ് ഹയർ ദ പ്രോഫിറ്റ്, ശരിയാണോ? അല്ല. തെറ്റ്. ഹയർ ദ ഐസോപ്രോഫിറ്റ് കർവ് ലൈസ് ഹയർ ദ ക്വാണ്ടിറ്റി, പക്ഷേ ലോവർ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ്സ്. ഇനി ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിന്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ആർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് എം എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇനി ഞാൻ വീണ്ടും ഒരു ഐസോപ്രോഫിറ്റ് കർവ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോയിന്റ് ആയിരിക്കും. മോനെ വാ. യാ, ഇതിന്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. തൽക്കാലം ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഞാൻ വരച്ചപ്പോൾ അത് മാറിപ്പോയി. ഓക്കെ, ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ ഹയസ്റ്റ് പോയിന്റിൽ കൂടെയും പോകുന്ന പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അതായത് ഹയസ്റ്റ് ഐസോപ്രോഫിറ്റ് കർവ്സിന്റെ ഓരോ ഹയർ ഐസോപ്രോഫിറ്റ് കർവിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ കൂടെ ഒരു ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എയുടെ റിയാക്ഷൻ കർവ് കിട്ടും. ഓക്കെ ആണോ? നമ്മൾ എന്തെന്നാ പറഞ്ഞേ? നമുക്ക് റിയാക്ഷൻ കർവ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിക്കണം. റിയാക്ഷൻ കർവ് എവിടെ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞേ? ഐസോപ്രോഫിറ്റ് കർവിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഐസോപ്രോഫിറ്റ് കർവിന്റെ എല്ലാ ഹയസ്റ്റ് പോയിന്റിൽ കൂടെയും ഒരു ലൈൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈന് പറയുന്ന പേരാണ് എയുടെ റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഹയർ ഐസോപ്രോഫിറ്റ് കർവിലേക്ക് പോകും തോറും ഒറ്റ സെക്കൻഡ് ഇതെന്താന്ന് നോക്കട്ടെ. ഞാൻ ഉറുമ്പുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ മേശയില്? അപ്പൊ ഈ ഉറുമ്പ് കയറി ലാപ്ടോപ്പിന്റെ സ്പീക്കറിൽ കയറി അത് കടിച്ചു തിന്ന് സ്പീക്കർ പോയി. സ്പീക്കർ കേടായി. സ്പീക്കർ കേൾക്കും, പക്ഷെ സ്പീക്കർ കൊള്ളില്ല, സൗണ്ട് വരുന്നത് കൊള്ളില്ല. അപ്പോൾ ഞാനത് നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു 8,000 രൂപ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആ പൈസ പോയില്ല, അല്ലാണ്ട് അതിനെ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലാപ്ടോപ്പ് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ ഉറുമ്പാണ്, ഞാൻ അന്ന് ഉറുമ്പിൻ്റെ കേസ് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പല്ല, എയുടെ റിയാക്ഷൻ കർവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺകേവ് ആണ്. ഓക്കെ, ഹയർ ഐസോപ്രോഫിറ്റ് കർവിലേക്ക് പോകും തോറും ലോവർ പ്രോഫിറ്റ്സ് ആണോ ഹയർ പ്രോഫിറ്റ്സ് ആണോ? ലോവർ പ്രോഫിറ്റ്. ലോവർ പ്രോഫിറ്റ്സ്. ഇനി മുകളിലേക്ക് പോകും തോറും അതിന്റെ ഹയസ്റ്റ് പോയിന്റ് പ്രീവിയസ് ഐസോപ്രോഫിറ്റ് കർവിന്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ? ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഐസോപ്രോഫിറ്റ് കർവിലേക്ക് പോകും തോറും ഈ പറയുന്ന ലോവർ പ്രോഫിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ലോവർ പ്രോഫിറ്റ്സ് ആവുമ്പോൾ എക്ക് കൂടുതൽ സപ്ലൈ ചെയ്യാനാണോ താല്പര്യം, കുറച്ച് സപ്ലൈ ചെയ്യാനാണോ താല്പര്യം? കുറച്ച് സപ്ലൈ ചെയ്യാൻ. അപ്പൊ എ എപ്പോഴും ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഹയർ ഐസോപ്രോഫിറ്റ് കർവിലേക്ക് പോകും തോറും കുറച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഹയർ ഐസോപ്രോഫിറ്റ് കർവിന്റെ ഹയസ്റ്റ് പോയിന്റ് എപ്പോഴും ലെഫ്റ്റിലോട്ട് പോകുന്നത്. കാരണം എയുടെ ഈ പറയുന്ന സപ്ലൈ ചെയ്യാനുള്ള താല്പര്യത്തിൽ കുറവ് സംഭവിക്കുകയാണ്.
ആ പോയിന്റ് കൂടെ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഐസോപ്രോഫിറ്റ്സ് കർവിലേക്ക് കൂടെ ഞാനൊരു ലോക്കസ് ഓഫ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് എയുടെ എയുടെ റിയാക്ഷൻ കർവ് എന്ന്. ഇനി ഞാൻ ഇതേ സാധനം എനിക്ക് എന്ത് ചെയ്യാം, ബിയുടെ കേസിൽ വരയ്ക്കാം. ബിയുടെ കേസിൽ വരയ്ക്കാൻ നേരത്ത് എന്ത് സംഭവിക്കും? ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഹയസ്റ്റ് പോയിന്റ് ഇവിടെ ഇവിടെ വരും. സോറി, എന്നിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ ഹയസ്റ്റ്, അപ്പൊ ഐസോപ്രോഫിറ്റ് കർവ് വീണ്ടും എന്ത് എന്ത് ഷേപ്ഡ് ആണ്? കോൺകേവ് ആണ്. ഹയർ ഐസോപ്രോഫിറ്റ് കർവ് വിൽ ഷോ Lower profits. lower profits. Highest point of successive isoprofit curves will be lying to the right or left? Right. Will be lying to the Right. right. കാരണം ഓരോ തവണയും പ്രോഫിറ്റ്സ് കുറയാൻ നേരത്ത് ബിക്ക് സപ്ലൈ ചെയ്യാനുള്ള താല്പര്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ഓഫ് സക്സസീവ് ഐസോപ്രോഫിറ്റ് കർവിലൂടെ ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വെരി ഗുഡ്, ബിയുടെ റിയാക്ഷൻ കർവ് കിട്ടും. ഇനി ബിയുടെ റിയാക്ഷൻ കർവ് എന്തായിരുന്നു ബേസിക്കലി? അതായത് എയുടെ ഒരു ഔട്ട്പുട്ടിനോട് ബി പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി ബിയുടെ റിയാക്ഷൻ കർവ് കാണിക്കുന്നത്. ഇനി ബിയുടെ റിയാക്ഷൻ കർവ് നമ്മൾ എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെടുത്തത്? Isoprofit curve. ഐസോപ്രോഫിറ്റ് കർവിൽ കൂടെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ തലയിൽ എത്തിയോ? അതായത് റിയാക്ഷൻ കർവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. റിയാക്ഷൻ കർവ് ഷോസ് ദ റിയാക്ഷൻ ഓഫ് ഫേം എ ഓർ ബി. ഇപ്പൊ എയുടെ റിയാക്ഷൻ കർവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദ റിയാക്ഷൻ ഓഫ് ഫേം എ ടുവേർഡ്സ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ബി. ഓക്കെ, ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ബിയുടെ ഒരു ഔട്ട്പുട്ടിനോട് ഹൗ ഷുഡ് എ റിയാക്ട് ഇൻ ഓർഡർ ടു മാക്സിമൈസ് പ്രോഫിറ്റ്സ്? ബിയുടെ ഒരു ക്വാണ്ടിറ്റിയോട് എ എങ്ങനെ റിയാക്ട് ചെയ്യണം? എന്തിനു വേണ്ടി? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി റിയാക്ഷൻ കർവ് ഞാൻ എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെടുത്തത്? ഐസോപ്രോഫിറ്റ് കർവിലൂടെ. ഐസോപ്രോഫിറ്റ് കർവിന്റെ ഷേപ്പ് എന്തെന്നാ? കോൺകേവ്. ഹയർ ഐസോപ്രോഫിറ്റ് കർവ് കാണിക്കുന്നത് ലോവർ പ്രോഫിറ്റ്സ് ആണ്. ഹയസ്റ്റ് പോയിന്റ് ഓഫ് സക്സസീവ് ഐസോപ്രോഫിറ്റ് കർവ്സ് ലൈ ചെയ്യുന്നത് ലെഫ്റ്റിലായിരിക്കും എയുടെ കേസിൽ. ഇനി നേരെ തിരിച്ചുമായിരിക്കും ബിയുടെ കേസിൽ. ഈ ഹയസ്റ്റ് പോയിന്റിൽ കൂടെ ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആണോ? സിമ്പിൾ. ഓക്കെ, ഓക്കെ, താഴെ ഒന്ന് എഴുതിക്കേ. റിയാക്ഷൻ കർവ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് ഇങ്ങനെ ഇത് എന്താണ്, ഏതാണ്, എങ്ങനെ വരുന്നു, സാധാരണ അത് ജസ്റ്റ് ഒരു വൺ വേർഡ് ആയിട്ട് ചോദിക്കുള്ളൂ, അല്ലാണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തും വേണ്ടല്ലോ ബേസിക്കലി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്തിട്ട് പോയിന്റ്സ് അങ്ങനെ പയ്യെ പയ്യെ 2-3 തവണ വായിക്കുമ്പോൾ അത് ശരിയായിക്കോളും. അല്ലാണ്ട് ഇത് ഇത്ര വലിയൊരു PhD എടുക്കേണ്ട ഒരു ടോപ്പിക് ഒന്നും അല്ല. സംഭവം വളരെ സിമ്പിളാണ്. ഓക്കെ, ഇങ്ങനെ ഹെഡിങ് എഴുതിക്കോ: റിയാക്ഷൻ കർവ് അപ്രോച്ച്. റിയാക്ഷൻ കർവ് അപ്രോച്ച്. റിയാക്ഷൻ കർവ് അപ്രോച്ച്. താഴെ എഴുതിക്കോ: റിയാക്ഷൻ കർവ് is derived from isoprophic curve. Reaction curve is derived from isoprophic curve. ഇതൊക്കെ ഓരോരോ പോയിന്റുകളാണ്, പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. റിയാക്ഷൻ കർവ് is derived from isoprophic curve. ഓക്കെ, ഇനി നമ്മൾ ഐസോപ്രോഫിറ്റ് കർവിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. Isoprophic curve of firm A. Isoprophic curve of firm A
is the locus of different levels of output of A and B, which yield to A the same level of profits. Isoprofit curve of firm A is the locus of different levels of output of A and B, which yield to A the same level of profit. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിയുടെ കേസ് എങ്ങനെയായിരിക്കും? ഐസോപ്രോഫിറ്റ് കർവ് ഫേം ബി ഇസ് ദ ലോക്കസ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ആൻഡ് ബി വിച്ച് ഈൽഡ് ടു ബി ദ സെയിം ലെവൽ ഓഫ് പ്രോഫിറ്റ്സ്. ഓക്കെ ഓക്കെ, താഴെ ഇരിക്കെ ഐസോപ്രോഫിറ്റ് കർവ് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങളിത് ഇത്ര വലിയൊരു ഒരു സംഭവമായിട്ട് കരുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നമ്മൾ പയ്യെ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഐസോപ്രോഫിറ്റ് കർവ് is concave to quantity axis. Isoprophic curve is concave to its quantity axis. രണ്ട്, higher the isoprophic curve lies, എന്താന്ന് പറയാൻ പറ്റുമോ? Lower level. Lower the level of profits. അടുത്തത്, the highest point of A's isoprophic curve will lie to the left of the previous isoprophic curve. The highest point of A's isoprophic curve lies to the left of the previous isoprophic curves. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയുടെ highest point of B's isoprophic curve will lie to the Right of the. right of the previous isoprophic curve. Okay. Okay. അത്രയും മതി ബേസിക്കലി. ഓക്കെ. Reaction curve is the locus of points connecting the highest points of different isoprophic curves. Reaction curve is the locus of points connecting the highest point of different isoprophic curves. ഇത്ര ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് ആയിരിക്കും ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. പടം ഒന്ന് വരയ്ക്കണേ. ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. അല്ല, നിങ്ങള് ഇത് വരച്ചായിരുന്നത്? ഇല്ല സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഐസോപ്രോഫിക് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ഈ പടം ഒന്ന് വരച്ചേ. ഈ പടം
Phi A1, Phi A2, Phi A3. ആ പിങ്ക് ലൈനാണ് റിയാക്ഷൻ കർവ് ഓഫ് ഫേം എ. താഴെ ഏതാ? എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ഫേം എ, വൈ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ഫേം ബി. ആ പടം ഒന്ന് വരച്ചേ, ഒരെണ്ണം വരച്ചാൽ മതി, നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് എ, വൈ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ബി. പടത്തിലൊന്നും പ്രസക്തിയില്ല, കാരണം നമുക്കിത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവാൻ വേണ്ടി പടം നോക്കി കഴിഞ്ഞാൽ അറിയാമെങ്കിൽ അങ്ങനെ. 3 കോൺകേവ് ആയിട്ടുള്ള ആക്സിസ് വരയ്ക്കുക. അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എപ്പോഴും ലെഫ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. ആ ഹയസ്റ്റ് പോയിന്റിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനാണ് റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. വരച്ച് കഴിയുമ്പോൾ പറയണേ. വരച്ചോ? വരച്ചോ? വരച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കർവിന് ഒരു ഡെഫിനേഷൻ എഴുതിക്കേ. റിയാക്ഷൻ കർവ് ഷോസ്, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, റിയാക്ഷൻ കർവ് ഷോസ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട്. പൈന്ന് ഇടുന്നത് ഞാൻ പ്രോഫിറ്റിനെയാണ്. റിയാക്ഷൻ കർവ് ഷോസ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ഓഫ് വൺ ഫേം. Profit maximizing output of one firm. Profit maximizing output of one firm for every possible output level of rival firm. For every possible output level of rival firm. It shows the profit maximizing output of one firm for every possible output level of a rival firm. Okay ആണോ? ഓക്കെ. Profit maximizing output of one firm for every possible output level of a rival firm. അതായത് ബി ഒരു ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ എത്ര ഔട്ട്പുട്ട് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്യണം സോ ദാറ്റ് എസ് പ്രോഫിറ്റ് ഇസ് മാക്സിമൈസ്ഡ്. ഇനി ബിയുടെ റിയാക്ഷൻ കർവ് എന്താ കാണിക്കുന്നത്? എ ഒരു ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ഷുഡ് ബി റിയാക്ട് സോ ദാറ്റ് ബീസ് പ്രോഫിറ്റ് ഇസ് മാക്സിമൈസ്ഡ്. ഓക്കെ, അപ്പൊ അതാണ് റിയാക്ഷൻ കർവ് എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. പക്ഷെ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ടേ, കാരണം ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് അങ്ങോട്ട് പഠിച്ചാൽ മതി. അത് 2 തവണ വായിക്കുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. പക്ഷെ അത്
അടുത്ത മാസത്തേക്ക് വെക്കരുത്. ഈ മാസം തന്നെ പഠിച്ചോളണം. ഇന്ന് 2-ാം തീയതി ആയുള്ളൂ. എയുടെ റിയാക്ഷൻ കർവ് സ്റ്റീപ്പായിട്ട് വരയ്ക്കണേ, എന്നാലാണ് അത് ഇക്വിലിബ്രിയം സംഭവിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ എസ് റിയാക്ഷൻ കർവ്, ബിസ് റിയാക്ഷൻ കർവ്. ഓക്കെ. ചുമപ്പുണ്ടായതിൻ്റെ ദൈവം അതെന്ത് ചെയ്യും? ഐഷ്. ഓക്കെ. എന്തെന്ന് ഇതിൻ്റെ അന്ന് മനസ്സിലായത്? ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഹാപ്പൻസ് അറ്റ് ദ പോയിന്റ് ഓഫ് A1. E1. അപ്പോൾ എന്തെന്ന് നിങ്ങളത് വെർബലി എന്തെന്ന് പറയാൻ പറ്റും? ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഹാപ്പൻസ് അറ്റ് ദ പോയിന്റ് വേർ, പറഞ്ഞേ. Base reaction curves. വേണ്ട, എന്തിന്? എന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇക്വിലിബ്രിയം ഓഫ് ദ, പറഞ്ഞത് അതെനിക്ക് മനസ്സിലായി. Equilibrium of the firm happens when A's reaction curve intersects B's reaction curve at a point E1. ഓക്കെ. അപ്പോൾ ആ പോയിന്റിൽ എ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും? A1 ഔട്ട്പുട്ടും ബി എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും? B1 ഔട്ട്പുട്ടും. ഓക്കെ. അത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം നിങ്ങളോട് റിയാക്ഷൻ കർവിൻ്റെ അകത്ത് ഫേമിൻ്റെ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ? Firm's equilibrium happens at the point where there is intersection of reaction curves of both the firms. അല്ലെ, രണ്ട് റിയാക്ഷൻ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഓക്കെ. പ്രൊവൈഡഡ് ദാറ്റ് എസ് റിയാക്ഷൻ കർവ് ഇസ് സ്റ്റീപ്പർ ദാൻ ബീസ് റിയാക്ഷൻ കർവ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എയുടെ റിയാക്ഷൻ കർവ് സ്റ്റീപ്പായിട്ട് വരയ്ക്കണം എന്നുള്ളത്. ഓക്കെ. എയുടെ റിയാക്ഷൻ കർവ് സ്റ്റീപ്പായിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. വരച്ചോ നിങ്ങൾ? വരക്കി 2 ലൈൻ വരക്കി ഇത്ര സമയം വേണോ? ഒരെണ്ണം സ്റ്റീപ്പായിട്ട് വരയ്ക്കണേ. അതായത് എയുടെ റിയാക്ഷൻ കർവ് സ്റ്റീപ്പായിട്ട് വരയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീപ്പായിട്ട്, അതായത് പൊക്കം കൂടിയ പോലെ വരയ്ക്കണം. ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കരുത്. ബിയുടെ റിയാക്ഷൻ കർവ് ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് താഴെ എഴുതുക ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഹാപ്പൻസ് വെൻ at the point where two reaction curve intersects. Okay, equilibrium happens at the point where two reaction curves intersects. അത് നിങ്ങളുടെ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. നിങ്ങൾ ഇങ്ങനെ എഴുതുക, equilibrium of the firm happens when A's reaction curve intersects B's reaction curve എന്ന് എഴുതാം. അല്ലെങ്കിൽ equilibrium happens at the point E1 where both the reaction curve intersects എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ. Equilibrium happens at the point where at point E1 where A's reaction curve intersects B's reaction curve. അല്ലെങ്കിൽ both the reaction curve intersects. അപ്പോൾ A will end up producing A1 output and B will end up producing B dash output. പ്രസക്തമായിട്ടുള്ള കാര്യമല്ല, പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയായിരുന്നു.
ഓക്കെ ആണോ? അപ്പൊ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതൊരു കുർനോട്ട് ഇക്വിലിബ്രിയം അല്ലേ? ആണോ? E1 എന്ന് പറയുന്ന പോയിന്റിൽ കുർനോട്ട് ഇക്വിലിബ്രിയം ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. പക്ഷേ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുന്നുണ്ടോ? രണ്ട് ഫേംസിനെയും വെച്ച് നോക്കാൻ നേരത്ത് അവർ സ്റ്റേബിൾ ആണ്, അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. പക്ഷെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ? കുർനോട്ട് മോഡലിൽ രണ്ട് ഫേംസും ഈ പറയുന്ന അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നുണ്ടോ? അവരൊരു സ്റ്റേബിൾ ഇല്ല. ആയിട്ട് ഇക്വിലിബ്രിയത്തിലുണ്ട്. പക്ഷെ അവരെപ്പോഴായിരുന്നു ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്, ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കുന്നത് എപ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നെങ്കിലായിരുന്നു? ജോയിന്റ് ആയിട്ട് അവർ മൊണോപ്പൊളി പ്രൈസിങ് വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർക്ക് ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമായിരുന്നു. അല്ലെ? ഇവിടെ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേംസ് ഉണ്ട്, അവിടെ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്. പക്ഷെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കുന്ന പോയിന്റ് അതല്ല. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും വേറൊരു സാധനം കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒളിഗോപോളി മോഡൽ ഇച്ചിരി ഒരു ഓക്കെ അത് കാണിക്കണമെങ്കിൽ നമ്മൾ വേറൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റിയാക്ഷൻ കർവ് തന്നെയാണ്. അപ്പോൾ പിങ്ക് ലൈൻ എന്ന് പറയുന്നത് ആരുടെ റിയാക്ഷൻ കർവ് ആണ്? എയുടെ റിയാക്ഷൻ കർവ്. ഫ്ലാറ്റ് ലൈൻ എന്ന് പറയുന്നത് ബിയുടെ റിയാക്ഷൻ കർവ്. ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് എവിടെയാന്ന് നമ്മൾ പറഞ്ഞു? അറ്റ് E1. ഇനിയുണ്ടല്ലോ, നമ്മൾ ഐസോപ്രോഫിറ്റ് കർവും കൂടെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പേര് കൊടുക്കുകയാണ്. A1, A2, A3, A4. ഇത് ആരുടെ ഐസോപ്രോഫിറ്റ് കർവാ? ആരുടെ ആയിരിക്കും? ഏഴ്. ഏഴ്. വെരി ഗുഡ്. എയുടെ ഐസോപ്രോഫിറ്റ് കർവ്, സംശയമൊന്നുമില്ല. ഓക്കെ. ഇനി ഞാൻ ബിയുടെ ഐസോപ്രോഫിറ്റ് കർവ്സ് ഒന്ന് മെഷർ ചെയ്യാണ്. B1, B2, B3, B4. A3യും B3യും വരേണ്ടതാണല്ലേ? ഓക്കെ. അപ്പോ ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ഓക്കെ, നിങ്ങൾ ഇനി വേറെ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കണ്ട. ഞാൻ ചോദിക്കുന്ന പോലത്തെ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ.
ഇ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ അത്? ഇ എന്ന് പറയുന്ന പോയിന്റ്, ഇ വൺ എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് ഓക്കെ ആണോ? ആ. അവിടെയാണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം രണ്ട് റിയാക്ഷൻ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇ1 എന്ന് പറയുന്ന പോയിന്റ്. സംശയമില്ലല്ലോ? ഇല്ല. ഇല്ല. ഇ1 പോയിന്റിൽ ഏതൊക്കെ ഐസോപ്രോഫിറ്റ് കർവ്സ് അതിൽ കൂടെ പോകുന്നതെന്നൊന്ന് പറയാമോ? B4-ഉം A3-യും A3യും B4-ഉം B4 ആണോ? B3യും B4 ഇതല്ലേ ടീച്ചറെ? B3യും ഈ ഓറഞ്ച് ലൈനും A3യും. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ മാർക്ക് ചെയ്യുകയാണേ. നിങ്ങൾ പറഞ്ഞു ഇ1 പോയിന്റിൽ ഏതൊക്കെയായിരുന്നു? A3യും B3യും. ഓക്കെ, ഇനി ഞാൻ RR എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകളുടെയൊക്കെ പ്രത്യേകത എന്താ? ഐസോപ്രോഫിറ്റ് കർവ്സ് ടാൻജന്റ് ആവുകയാണ് അല്ലേ? ഡിഫറെന്റ് ഐസോപ്രോഫിറ്റ് കർവ്സ് ടാൻജന്റ് ആവുന്ന പോയിന്റിൽ കൂടെ പോകുന്ന ഒരു ലൈനാണ്. അതായത് ഇവിടെ നോക്കി നിങ്ങൾ, B1-ഉം B1 ഐസോപ്രോഫിറ്റ് കർവും A4 ഐസോപ്രോഫിറ്റ് കർവും ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. ഈ പോയിന്റ് നോക്കിയേ, A3 ഐസോപ്രോഫിറ്റ് കർവും B2 ഐസോപ്രോഫിറ്റ് കർവും ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് D പോയിന്റ്. ഓക്കെ, ഞാൻ അതിനെ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ABCD. അപ്പൊ ഈ ABCD പോയിന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡിഫറെന്റ് ഐസോപ്രോഫിറ്റ് കർവ്സ് ടാൻജന്റ് ആവുന്നുണ്ട്. അതായത് Aയുടെ ഐസോപ്രോഫിറ്റ് കർവും Bയുടെ ഐസോപ്രോഫിറ്റ് കർവും ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് ABCD എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി അതിനെയാണ് അപ്പൊ ABCD പോയിന്റുകൾ കൂടെ ഞാനൊരു ലോക്കസ് ഓഫ് പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഞാൻ ഇവിടെ കോൺട്രാക്ട് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ഐസോപ്രോഫിറ്റ് കർവ്സ് അതായത് IPC ഓഫ് എയും IPC ഓഫ് ബിയും ടാൻജന്റ് ആകുന്ന പോയിന്റിൽ കൂടെ ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അത് സംശയമൊന്നും വരേണ്ട ആവശ്യമില്ല. ആ കോൺട്രാക്ട് കർവിനെയാണ് ഞാൻ RR എന്നും പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? RR എന്നും പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ റാൻഡം ആയിട്ട് ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ബി എന്ന് പറയുന്ന പോയിന്റ്, ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഏതൊക്കെ ഐസോപ്രോഫിറ്റ് കർവ്സ് ടാൻജന്റ് ആവുമെന്ന് പറയാവോ? ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒന്നും കൂടെ നോക്കിയിട്ട് പറ. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഏതൊക്കെ B2 A3 B2 ആൻഡ് A3. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, A3 B3 പോയിന്റ് ആണോ നല്ലത്, B2 A3 പോയിന്റ് ആണോ നല്ലത്? A3 B3 ആണോ? ഫേം പ്രോഫിറ്റ്സിനെ സംബന്ധിച്ച് A3 B3 പോയിന്റ് ആണോ നല്ലത്, B2 A3 പോയിന്റ് ആണോ നല്ലത്? A3 B3 എന്ന് പറഞ്ഞാൽ എന്താ? ഫേമിന്റെ ഇക്വിലിബ്രിയം സംഭവിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഞാൻ വേറൊരു പോയിന്റ് എടുക്കുകയാണ്, ടാൻജൻസി പോയിന്റ് എടുക്കുകയാണ്. ഐസോപ്രോഫിറ്റ് കർവ് ടാൻജന്റ് ആവുന്ന പോയിന്റിൽ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ സംഭവിച്ചേക്കുന്നത് A3യും B2വുമാണ് ടാൻജന്റ് ആവുന്നത്. എന്റെ ചോദ്യം, E1 എന്ന് പറയുന്ന പോയിന്റ് ആണോ നല്ലത്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന കോൺട്രാക്ട് കർവിൽ നിന്ന് റാൻഡം ആയിട്ട് എടുത്ത ബി എന്ന് പറയുന്ന പോയിന്റ് ആണോ നല്ലത്? ബി എന്ന് പറയുന്ന പോയിന്റ്. കാരണം എന്താ? B2 ലോവർ ഐസോപ്രോഫിറ്റ്. B2 എന്ന് പറയുന്നത് ഒരു ലോവർ ഐസോപ്രോഫിറ്റ് ആണ്. ലോവർ ഐസോപ്രോഫിറ്റിനാണ് ഹയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് പ്രോഫിറ്റ്, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, കുറച്ച് പ്രോഫിറ്റ്സ് ഏതിൽ കൂടുതലാണ്? ഇവിടെ B3യിലാണ്. ഇവിടെ എവിടെയാ? B2യിലാണ്. അതായത് ബി എന്ന് പറയുന്ന പോയിന്റില് ഇന്റർസെക്ട് ചെയ്യുന്ന സാധനങ്ങൾ B2-ഉം A3-യും ആണ്. ഇപ്പൊ A3 ഇവിടെ ക്യാൻസൽ ആവും, അത് സെയിം പ്രോഫിറ്റ്സ് തന്നെയാണ്. പക്ഷെ ബി വെച്ച് നോക്കാൻ നേരത്ത് ബി ഫേമിന്റെ കേസിൽ ഈ പറയുന്ന
രണ്ടുപേരുടെയും പ്രോഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്സ്? ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. കാരണം ബി എന്ന് പറയുന്ന പോയിന്റിൽ ഫേം ബി എന്ന് പറയുന്ന ഒരു ലോവർ ഐസോ പ്രോഫിറ്റ് കർവിലാണ്. അപ്പോൾ മൊത്തം ഇൻഡസ്ട്രീനെ വെച്ച് നോക്കാൻ നേരത്ത് ഏതാണ് നല്ലത്? E1 എന്ന് പറയുന്ന പോയിന്റ് ആണോ ബി എന്ന് പറയുന്ന പോയിന്റ് ആണോ നല്ലത്? ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് നല്ലത്. ബി എന്ന് പറയുന്ന പോയിന്റ് കോൺട്രാക്ട് കർവിൽ ലൈ ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലേ? അതെ. അതെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. The firms would be maximizing its joint profits if they were producing on the contract curve. ശരിയാണോ? അതായത് ഫേംസിന്റെ പ്രോഫിറ്റ്സ് ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? അല്ല, ജോയിന്റ് പ്രോഫിറ്റ് അതല്ലേ നമ്മൾ പറഞ്ഞ E1 എന്താ സംഭവിച്ചത്? ഫേംസിന്റെ ഇക്വിലിബ്രിയം ആണ് സംഭവിച്ചത്. ഫേംസിന്റെ ഇക്വിലിബ്രിയം സംഭവിച്ചപ്പോൾ A3യും B3 പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷെ നമ്മൾ കോൺട്രാക്ട് കർവിലേക്ക് മാറിയപ്പോൾ എന്താണ്? പ്രോഫിറ്റ്സ് കൂടുതലാണ്. കാരണം B2 A3 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ലോവർ ഐസോ പ്രോഫിറ്റ് കർവിലാണ് ഹയർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നു. അതായത് B2 A3 ആണോ നല്ലത്? A3 B3 B3 A3 ആണോ നല്ലത്? ഹയർ പ്രോഫിറ്റ്സ്. കാരണം എന്താ? ലോവർ ഐസോ പ്രോഫിറ്റ് കർവ് B2 ആണ്. ലോവർ ഐസോ പ്രോഫിറ്റ് കർവ് ആണ് ഹയർ പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും B2 A3 ഈസ് ഗ്രേറ്റർ ദാൻ B3 A3. അപ്പോൾ ഈ B2 A3 എവിടെയാണ് ലൈ ചെയ്യുന്നത്? കോൺട്രാക്ട് കർവിലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയാം ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഹാപ്പൻസ് അറ്റ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി ബിറ്റ്വീൻ, പറയാൻ പറ്റുമോ? ഐസോ പ്രോഫിറ്റ് കർവ്സ്. ഇനി ടാൻജൻസി പോയിന്റ്സ് ഓഫ് ഡിഫറെന്റ് ഐസോ പ്രോഫിറ്റ് കർവ്സ് ആർ കോൾഡ് ആസ് ഏതാണ്? വെരി ഗുഡ്, കോൺട്രാക്ട് കർവ്. അപ്പോൾ ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണോ അതെയോ കോൺട്രാക്ട് കർവിലെ പോയിന്റ്സിലാണോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്? കോൺട്രാക്ട് കർവിലെ പോയിന്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഹാപ്പൻസ് അറ്റ് ദ പോയിന്റ് ഓഫ്, അല്ലെങ്കിൽ എലോങ് ദ കോൺട്രാക്ട് കർവ്. ഇനി കോൺട്രാക്ട് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? IPCയുടെ ടാൻജൻസി പോയിന്റ്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പോയിന്റ്സ് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. എന്തെന്നാ? കുർനോട്ട് മോഡലിൻ്റെ അകത്തൊരു സ്റ്റേബിൾ മോഡലാണ്. നാഷ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. 1/3 ആണ് ഈ പറയുന്ന ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2/3 ആണ് ഈ പറയുന്ന ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിയാക്ഷൻ കർവ് എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ഉണ്ട്. റിയാക്ഷൻ കർവ് എന്ത് കർവിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഐസോ പ്രോഫിറ്റ് കർവിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഐസോ പ്രോഫിറ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്? കോൺകേവ് ആണ്. ഹയർ IPC ഷോസ് ലോവർ പ്രോഫിറ്റ്സ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഹയർ ഐസോ പ്രോഫിറ്റ് കർവ് എന്ന് പറയുന്നത് എയുടെ കേസിൽ ലെഫ്റ്റ് ആയിരിക്കും, ബിയുടെ കേസിൽ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റിലായിരിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഹാപ്പൻസ് വെൻ ടു റിയാക്ഷൻ കർവ് ഇന്റർസെക്ട്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമായിരുന്നു ഫേംസ് ഈ പറയുന്ന നെയ്വായിട്ട് ബിഹേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ. മൊണോപ്പൊളി പ്രോഫിറ്റ്സ് കിട്ടിയേനെ. എവിടെയൊക്കെ? കോൺട്രാക്ട് കർവില് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നെങ്കിൽ. ഇനി കോൺട്രാക്ട് കർവ് എന്താ? കോൺട്രാക്ട് കർവ് എന്ന് പറയുന്നത് വേരിയസ് IPCs ടാൻജന്റ് ആവുന്ന പോയിന്റിൽ കൂടെ ഞാൻ വരയ്ക്കുന്ന ലോക്കസ് ഓഫ് ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് കർവിൽ എല്ലാ പോയിന്റിലും ജോയിന്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കും. പക്ഷേ റിയാക്ഷൻ കർവ് ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ സംഭവിക്കുന്നുള്ളൂ? ഇക്വിലിബ്രിയം ഓഫ് ദ ഫേമേ സംഭവിക്കുന്നുള്ളൂ. ഇനി റിയാക്ഷൻ കർവ് ഇന്റർസെക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് പറയാൻ പറ്റും ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം സംഭവിച്ചു, അല്ലെങ്കിൽ ഈ പോയിന്റ് ആണ് നാഷ് നാസ അല്ല കേട്ടോ,
നാഷ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇത്രയും വെറുതെ പോയിന്റ്സ് നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റുമോ? ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി ഇത്ര ഓക്കെ ആണോ? ആ ഓക്കെ, നിങ്ങൾ ഇനി ആ നോട്ടൊന്ന് ഇന്ന് തന്നെ വായിക്കണം പറ്റും, ഇന്നല്ല നാളെയെങ്കിലും വായിക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. സിമ്പിളാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കുർനോട്ട് മോഡലിലുള്ളത്. അപ്പോൾ കുർനോട്ട് മോഡൽ കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആയിക്കോളും. പറഞ്ഞോ, വേഗം പറഞ്ഞു. എഴുതിയില്ലല്ലോ കോൺട്രാക്ട് കർവ് ഒക്കെ. കേട്ടില്ല പക്ഷെ ഒന്നുകൂടെ പറഞ്ഞേ. കോൺട്രാക്ട് കർവ് നമ്മൾ എഴുതിയില്ല നോട്ട്. കോൺട്രാക്ട് കർവ് നമുക്ക് നാളെ എഴുതാം, അത് വിട്ടേക്ക്, ഇത്ര ആ. സമയമായിരിക്കും. കോൺട്രാക്ട് കർവ് നമുക്ക് നാളെ എഴുതാം. നാളെ അല്ല, ഞായറാഴ്ച. ഈ ഞായറാഴ്ച നാളെ ശനിയാഴ്ച അല്ലേ? ആ ശനിയാഴ്ച അതെ. ഇനി ഞായറാഴ്ചയാണ്. നമുക്ക് ഞായറാഴ്ച കൊണ്ട് മാർക്കറ്റ്സ് തീർക്കാൻ പറ്റുമായിരിക്കണം. ഓക്കെ, കോൺട്രാക്ട് കർവ് നമുക്ക് എഴുതാം. കോൺട്രാക്ട് കർവ് എന്താണ് ബേസിക്കലി ഒന്ന് പറഞ്ഞേ. ടാൻജൻസി പോയിന്റ്സ് ഓഫ് ഡിഫറെന്റ് ഐസോപ്രോഫിറ്റ് കർവ്സ്. വേരിയസ് ഐസോപ്രോഫിറ്റ് കർവ്സിന്റെ ടാൻജൻസി പോയിന്റിൽ കൂടെ ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് കോൺട്രാക്ട് കർവ്. ഇവിടുത്തെ അതിന്റെ പ്രസക്തി എന്താണ്? കോൺട്രാക്ട് കർവിലായിരുന്നു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പടം നമുക്ക് പടം വരയ്ക്കണമെന്നില്ല, നിങ്ങൾ ആ കാര്യം ഒന്ന് എഴുതിയെടുത്താൽ മതി. അത് നമുക്ക് നാളെ പറയാം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് നാളെ ഇനി കാണാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് Thank യു you, sir. താങ്ക് യു.